ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് സോണിയ, വീട് എഴുപിന്ന. പരിസമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അമ്മയുടെ സാക്ഷിയായി എന്നെ ഇവിടെ നിർത്തിയതിനും എൻ്റെ കുടുംബത്തെ ഇവിടെ നിർത്തിയതിനും ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ 2021 നവംബർ 28 ഉടമ്പടി എടുക്കുന്നത്. അതിനു മുമ്പ് തന്നെ എനിക്ക് കൃപാസനത്തെക്കുറിച്ച് അറിയാം. കാരണം ആലപ്പുഴ തന്നെയാണ് വീടായതുകൊണ്ട് എനിക്കറിയാം. പക്ഷേ എനിക്ക് ഉടമ്പടി പത്രങ്ങളും കിട്ടിയിട്ടുണ്ട്. 2-3 പത്രങ്ങളൊക്കെ കിട്ടിയപ്പോഴത്തേക്കും ഞാൻ വായിച്ചു നോക്കും. കൃപാസനത്തിലെ പത്രം എനിക്ക് കിട്ടിയിട്ടുണ്ട്. വായിച്ചു നോക്കും. അതിനകത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാം ഞാൻ വായിക്കും. പക്ഷേ ഞാൻ ആ പത്രത്തിലെല്ലാം ഇങ്ങനെ പരതും. എന്താണ് ഉടമ്പടിയെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ 2-3 പത്രങ്ങളും കിട്ടുമ്പോൾ ഞാനിങ്ങനെ വായിച്ചു നോക്കാം, എവിടെയെങ്കിലും ഉടമ്പടി എന്താണെന്ന് എഴുതിയിട്ടുണ്ടോ എന്ന് ഞാനിങ്ങനെ നോക്കുമായിരുന്നു. പക്ഷേ എനിക്കതിനകത്ത് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് കൃപാസനത്തെക്കുറിച്ച് എനിക്കറിയാമായിരുന്നു. അങ്ങനെയാണ് എൻ്റെ അനിയത്തിക്ക് കല്യാണം കഴിഞ്ഞ് 6 വർഷമായിട്ടും കുട്ടികളുണ്ടായിരുന്നില്ല. അവർ അലോപ്പതി, ആയുർവേദം, ഹോമിയോപ്പതി എല്ലാ ട്രീറ്റ്മെൻറ്റും എടുത്തിട്ടുണ്ട്. പക്ഷേ ആ ട്രീറ്റ്മെൻറ്റിലൊന്നും ഫലമില്ലായകയാൽ ഞങ്ങളത് അവസാനിപ്പിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റെ ആൻറ്റി പറയുന്നത്, നിങ്ങൾ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്താൽ എല്ലാം ശരിയാകുമെന്ന് പറയുന്നത്. അങ്ങനെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എൻ്റെ 1ാമത്തെ നിയോഗമായിട്ട് ഞാൻ എഴുതിയത് അവൾക്കൊരു കുഞ്ഞിനെ കൊടുത്ത് അനുഗ്രഹിക്കണമെന്നായിരുന്നു. കാരണം എപ്പോഴും സങ്കടം പറയുമായിരുന്നു, ചേച്ചി ഗർഭിണികളെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നും. ഇത്ര നാളായല്ലോ, നമ്മളൊക്കെ ഈശോനോടും മാതാവിനോടൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുന്നവരല്ലേ, പിന്നെ എന്തുകൊണ്ടാണ് എനിക്കൊരു കുഞ്ഞിനെ തന്ന് അനുഗ്രഹിക്കാത്തതെന്ന് അവൾ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെ ആദ്യത്തെ നിയോഗം അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വെച്ചത്. അങ്ങനെ ഞാൻ ഇവിടുന്ന് ഉടമ്പടി തൈലവും എൻ്റെ വയറിൽ പുരട്ടി, അവൾ മൂന്നാറാണ് താമസിക്കുന്നത്, അതുകൊണ്ട് ഞാൻ എൻ്റെ വയറിൽ പുരട്ടി ഞാൻ പ്രാർത്ഥിക്കും. അവൾ വരുമ്പോഴത്തേക്കും ഞാൻ അവളുടെ വയറിലും പുരട്ടി പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും ഒക്കെ അവൾക്ക് കൊടുത്തു വിടുകയും ചെയ്യും. അതുപോലെ തന്നെ അവൾ വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് അവർ തമിഴ് പത്രവും മലയാളം കൃപാസനം പത്രങ്ങൾ അവർ വാങ്ങിച്ചുകൊണ്ട് പോയി അവരും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എൻ്റെ കൂടെ തന്നെ ചെയ്യുമായിരുന്നു. അങ്ങനെ പിറ്റേ വർഷം ഒരു മെയ് മാസം, മാതാവിൻ്റെ മാസം തന്നെ മാതാവിനോട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ അമ്മയുടെ മാസത്തിൽ തന്നെ എന്തെങ്കിലും ഒരു സന്തോഷകരമായൊരു വാർത്ത കിട്ടുവാനായിട്ട് അനുഗ്രഹിക്കണമെന്ന്. അങ്ങനെ മെയ് മാസം വണക്കത്തിൻ്റെ സമയത്ത് അങ്ങനെ മെയ് മാസം വണക്ക നിയോഗം വെച്ചു. ആ മെയ് മാസത്തിൽ, അതായത് ഞാൻ 2023 നവംബറിൽ ഉടമ്പടി എടുത്തു. 2022 മെയ് മാസത്തിൽ അവൾ പ്രഗ്നൻ്റായി. അങ്ങനെ 2023 ജനുവരി 11 അവളൊരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു. ഈ 11 ഡേറ്റ് എനിക്ക് എപ്പോഴും കാണിച്ചു തരുമായിരുന്നു. പക്ഷേ എനിക്ക് അറിയില്ലായിരുന്നു എന്താ ഈ 11. ഉടമ്പടി പുതുക്കിയ ശേഷം ഞാൻ എല്ലാ മാസവും ഇങ്ങനെ നോക്കും 11-ാം തീയതി എന്താണ് സംഭവിക്കുന്നത്. പക്ഷേ ആദ്യത്തെ 2-3 മാസങ്ങൾ ഞാനങ്ങനെ നോക്കിയിരുന്നെങ്കിലും പിന്നീട് ഞാനത് വിട്ടു. എനിക്ക് തോന്നിയതായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഇവളുടെ എക്സ്പെക്റ്റഡ് ഡേറ്റ് ഓഫ് ഡെലിവറി ജനുവരി 20 ആയിരുന്നു. പക്ഷെ നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ജനുവരി 10-ാം തീയതി ഇവൾക്ക് പെയിൻ ഉണ്ടാകുകയും 11-ാം തീയതിയാണ് നോർമലായിട്ട് ഡെലിവറി നടക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി, അമ്മ എനിക്ക് കാണിച്ചു തന്ന ആ ഡേറ്റ് 11 എന്നുള്ളത് ഇവളുടെ ഡെലിവറി ഡേറ്റ് ആയിരുന്നെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ആദ്യത്തെ നിയോഗം അമ്മ സാധിച്ചു തന്നു. അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. 2ാമത് ഞാൻ എൻ്റെ ഇളയ കുട്ടിയാണിത്. അവനുണ്ടായി ഒരു 8 മാസം കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കൊറോണയുടെ സമയമായിരുന്നു എന്ന് തോന്നുന്നു. അതിനുശേഷം കുഞ്ഞ് 3 വയസ്സായിട്ടും ഒന്നും സംസാരിക്കില്ല. അവന് പുറത്ത് പോകുമ്പോൾ ആൾക്കാരെ കാണുമ്പോഴത്തേക്കും പേടി, നമ്മുടെ കയ്യിൽ നിന്ന് താഴെ ഇറങ്ങത്തില്ല. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇവനെ കൊണ്ട്. അങ്ങനെ ഡേ കെയറിൽ പ്രീ സ്കൂളിൽ കൊണ്ടൊക്കെ ആക്കിയപ്പോഴത്തേക്കും കൊച്ച് അവർ പറയുന്നൊന്നും കേൾക്കത്തില്ല, ഇവൻ പറയുന്ന അവർക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഞാൻ ഇവൻ്റെ കാര്യം 2ാമത്തെ നിയോഗമായിട്ട് വെച്ചത് ഇവൻ്റെ കാര്യമാണ്. അങ്ങനെ ഞാൻ ഇവന് ഉടമ്പടി തൈലം ഞാൻ മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 32 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ, കർത്താവ് ബദിരനായതും സംസാരശേഷിയില്ലാത്ത ഒരുവനെ സുഖപ്പെടുത്തുന്ന വചനഭാഗം ഞാൻ 32 തൊട്ട് 37 വരെ വചനം വായിച്ച് ഞാൻ ഇവൻ്റെ നാവിൽ കുരിശ് വരയ്ക്കുമായിരുന്നു. അങ്ങനെ ഞാനിങ്ങനെ തുടർന്ന് പോന്നു. അതുപോലെ തന്നെ ഞാൻ പത്രം കൊടുക്കാൻ പോകുമ്പോൾ ഇവൻ വീട്ടിലുണ്ടെങ്കിൽ ഞാൻ ഇവനെയും കൊണ്ടാണ് പോകണത്. എന്നിട്ട് ഞാൻ ഇവനെയും കൊണ്ട് ഞാൻ പത്രം കൊടുപ്പിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനത്തിൽ ഇവൻ ചെറുതാണെങ്കിലും ഞാൻ ഇവനെയും കൊണ്ട് പോകും. എന്നിട്ട് ഇവനെ കൊണ്ട് ഞാൻ കൊടുപ്പിക്കുമായിരുന്നു. അവന് കൊടുക്കാനും ഇഷ്ടമായിരുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഇന്ന് അവൻ്റെ ടീച്ചർ പറയുന്നത് അവന് നല്ല കാലിബറുള്ള കുട്ടിയാണെന്നാണ് പറയണത്. അവൻ ക്ലാസ്സിൽ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, അവൻ സംസാരിക്കുകയും ചെയ്യും.
ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തത് ഞാൻ നിയോഗം 6 എഴുതണമുള്ളതെന്ന് വിചാരിച്ച് ഞാൻ 3ാമത് വെച്ചത് എൻ്റെ വീട് പണിയാണ്. വീട് പണി ഞാൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് വീട് പണി നിയോഗം വെച്ചത്. കാരണം തികയ്ക്കണമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എഴുതി വെച്ചതാണ്. പക്ഷേ എനിക്ക് ഏറ്റവും അടി കിട്ടിയത് അതിനായിപ്പോയി. കാരണം ഞാൻ നിയോഗത്തിൽ വെച്ച്, ശരിക്കും പറഞ്ഞാൽ നിയോഗത്തിൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും വിചാരിച്ചേക്കണം നമുക്ക് എന്തെങ്കിലും ഒരു മെറിറ്റ് ഉണ്ടെങ്കിൽ ആ മെറിറ്റ് കൂടി ഇല്ലാതാവും. പിന്നെ കാരണം വേറൊന്നുമല്ല, ആ കാര്യം പിന്നെ മാതാവ് ഈശോയാണ് ഏറ്റെടുക്കണം. നമ്മുടെ കയ്യിലൊന്നുമല്ല അത്. നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ 0 ആയി പോകും. അത് അങ്ങനത്തെ ഒരു അവസ്ഥ. കാരണം വീട് പണി വളരെ ഭംഗിയായിട്ട് പോകുമ്പോഴാണ് ഞാൻ ഇവിടെ നിയോഗത്തിൽ വെച്ചത്, അമ്മേ ഞാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു വീട് എനിക്ക് പണിത് തന്നെ. അത് മാത്രമേ ഞാൻ നിയോഗത്തിൽ വെച്ചുള്ളൂ. പക്ഷേ വെച്ചതിന് ശേഷം ഞങ്ങൾക്ക് തിരിച്ചടികളായിരുന്നു. കാരണം ഹസ്ബൻഡിൻ്റെ പാരൻസ് പ്രായമായവരാണ്. അവർ ഒരാൾ ഹോസ്പിറ്റലിലായി കഴിയുമ്പം മറ്റേയാൾ ഹോസ്പിറ്റലിലാകും. അപ്പം നമുക്ക് ചിലവുകൾ ഭയങ്കരമായിട്ട് കൂടാൻ തുടങ്ങി. നമ്മുടെ കയ്യിൽ നിൽക്കാത്തൊരവസ്ഥയായി. വീട് പണി നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, നമുക്ക് വേറെ ആരോടും നമുക്ക് കൈ നീട്ടാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി, എന്തായാലും മാതാവിൻ്റെ അടുത്ത് ഞാൻ എഴുതിയിട്ട കാര്യമാണ്, അമ്മ അത് നോക്കിക്കോളൂ. അതുകൊണ്ടായിരിക്കും എനിക്കിങ്ങനെ ഈ തടസ്സങ്ങളോ അല്ലെങ്കിൽ എനിക്ക് പരീക്ഷണങ്ങൾ ഉണ്ടാകുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ നിയോഗത്തിൽ വെച്ച് 2023 സെപ്റ്റംബറിൽ എനിക്ക് സെപ്റ്റംബർ 24-ാം തീയതി ഞാൻ ആഗ്രഹിക്കുന്നതിലും ഇന്ന് ഞങ്ങളുടെ വീട് വന്ന് കണ്ടിട്ട് ആരും ഒരു മോശം പറയില്ല. അത് അമ്മ മാതാവിൻ്റെ വലിയൊരു കൃപയാണ്. അതങ്ങനെ തീർക്കാൻ പറ്റുമെന്ന് പോലും വിചാരിച്ചതല്ല. കാരണം വീട് പണിയും നന്നായിട്ട് നടന്ന് അപ്പനമ്മേനെ നന്നായിട്ട് നോക്കാനും പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അവരുടെ കാര്യത്തിൽ ഒരു കുറവും പറ്റിയില്ല, ഞങ്ങളുടെ കാര്യത്തിൽ മാതാവ് ഒരു കുറവും വരുത്തിയില്ല. കാരണം ആരുടെ മുമ്പിൽ കൈനീട്ടാതെ ഞങ്ങൾക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയ സന്തോഷം. അതിന് മാതാവിനും ഈശോയോടും നന്ദി പറയുന്നു. പിന്നെ അടുത്ത സാക്ഷ്യം എന്ന് പറയുന്നത്, ഇത് എൻ്റെ പപ്പയാണ്. പപ്പയ്ക്ക് 2018 ലിവറിന് ഒരു വലിയൊരു സർജറി നടന്നതാണ്. അതിനുശേഷം പപ്പ ലിവറിൻ്റെ പ്രഷറിൻ്റെ ഗുളിക കഴിക്കുന്ന ആ ഒരു ഗുളിക മാത്രമേ ഉള്ളൂ പപ്പയ്ക്ക്. അങ്ങനെ ഇരിക്കും ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിലാണ് അതിൻ്റെ ഫർദർ ചെക്കപ്പിനായിട്ട് പോകുന്നത്. 6 മാസം കൂടുമ്പോൾ പപ്പയ്ക്ക് ചെക്കപ്പ് ഉണ്ട്. ഈ മരുന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും ചെക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ ഫെബ്രുവരി 10-ാം തീയതി പപ്പ ആശുപത്രിയിൽ പോയി. അൾട്രാസോണോഗ്രാഫി ഉണ്ടായിരുന്നു. അതിനകത്ത് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ലിവറിൽ ഒരു തടിപ്പ് പോലെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞ് അത് ക്യാൻസർ ആകാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് 1 മാസം വെയിറ്റ് ചെയ്തിട്ട് MRI ചെയ്ത് നോക്കാം. പിറ്റേ മാസം, അതായത് ഫെബ്രുവരി 10-ന് നമ്മൾ അൾട്രാസോണോഗ്രാഫി ചെയ്ത് മാർച്ച് 10-ന് MRI ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ അപ്പം മാത്രമാണ് ഒറ്റയ്ക്ക് ആശുപത്രി പോയത്. സാധാരണ അപ്പം അങ്ങനെയാണ് പോകാറുള്ളത്. എന്തെങ്കിലും ഇഷ്യൂസ് മാത്രം ഉണ്ടെങ്കിൽ മാത്രമേ ഞങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാറുള്ളൂ. അപ്പോൾ തിരിച്ചു വന്നിട്ട് അപ്പം പറഞ്ഞ് ഇങ്ങനെയാണ് കാര്യങ്ങൾ. കാരണം എന്നോട് മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോടും പറഞ്ഞു, വീട്ടിൽ ആരോടും പറയാൻ പറ്റിയില്ല, അമ്മയോട് പറയാൻ പറ്റിയില്ല. അമ്മ പെട്ടെന്ന് ടെൻഷൻ അടിക്കും, ഇവളോട് പറയാൻ പറ്റില്ല. അങ്ങനെ ആ 1 മാസം ഞാൻ വിചാരിച്ചു, ദൈവമേ ഈ 1 മാസം എങ്ങനെ പിടിച്ചു നിൽക്കുമെന്ന് ഓർത്ത് ആദ്യത്തെ 2 ദിവസം ഭയങ്കര ടെൻഷനായിരുന്നു. എന്ത് ചെയ്യും, ഇനി ഒരു അസുഖം വന്നാൽ താങ്ങാൻ പറ്റിയല്ലോ എന്നിങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ വചനം എടുത്ത് വായിച്ചപ്പോഴത്തേക്കും അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നാളെയെക്കുറിച്ച് നിങ്ങൾ എന്തിനാ ആകുലരാകണം, നാളത്തെ ദിവസം തന്നെ അത് അനുഭവിച്ചോളൂ എന്നുള്ളൊരു വചനം കിട്ടിയപ്പം എനിക്ക് മനസ്സിലായി എന്തിനാണ്. എന്തായാലും അന്ന് ടെൻഷൻ അടിക്കണം, പിന്നെ ഞാൻ ഈ 1 മാസം മൊത്തം എന്തിനാണ് ടെൻഷൻ അടിക്കണത്, ഈശോയും ഉണ്ട് മാതാവും ഉണ്ട്, അവർ നോക്കിക്കോളൂ, എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യാന്നും പറഞ്ഞ് ഞാൻ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചില്ല. പക്ഷേ ഞാൻ അന്ന് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ റിക്വസ്റ്റ് ഇട്ടായിരുന്നു. അതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ എപ്പോഴും ഞാൻ ലൈവ് ചാറ്റിൽ ഞാൻ ഈ അപ്പയെ സമർപ്പിച്ച് ഞാനിങ്ങനെ പ്രാർത്ഥിച്ച് ലൈവിൽ പ്രാർത്ഥന ഇടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം അച്ഛൻ പറഞ്ഞ് ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ സ്നേഹിക്കുന്ന എന്തിനെക്കുറിച്ചാണോ നിങ്ങൾ വേദന തിന്നുന്നത് ആ കാര്യം ഈശോ ഏറ്റെടുത്തിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയുന്നു. അപ്പം ഞാനങ്ങനെ വിഷമിച്ചു. കാരണം ആരോടും എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റണില്ല. എൻ്റെ സങ്കടം ഞാൻ പറയുന്നത് എൻ്റെ പരിസ്ഥിതി അമ്മയോടാണ്. എൻ്റെ അമ്മയോട് പറയാൻ പറ്റത്തില്ല, അമ്മ ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അപ്പം അന്ന് എനിക്ക് ഉറപ്പായി എന്തായാലും മാതാവ് ഇതിന് ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന്. അങ്ങനെ ഞങ്ങൾ ആ 1 മാസം മാർച്ച് 10-ാം തീയതി രാവിലെ ഞങ്ങൾ MRIക്ക് പോകുമ്പോൾ രാവിലെ കാറിൽ ഇരുന്നുകൊണ്ട് തന്നെയാണ്, വെളുപ്പിനെ പോകണം, 8 മണിക്കാണ് സ്കാനിങ് പറഞ്ഞേക്കണം. അപ്പം ഞങ്ങൾ ഇവിടുന്ന് 5 മണിയായപ്പോൾ തന്നെ ഇറങ്ങി 5:30 ആയപ്പോഴത്തേക്കും അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് കാണുവാണ്. അന്ന് അച്ഛൻ പറഞ്ഞത്, അച്ഛൻ അവസാനിപ്പിക്കണത് ഇങ്ങനെയാണ്,
എന്താണ് ഹോസ്പിറ്റലിൽ പോയി റിസൾട്ടുമായിട്ട് സന്തോഷത്തോടെ തിരിച്ചു വരാൻ പറ്റട്ടെ എന്നും പറഞ്ഞുകൊണ്ടാണ് അന്ന് അച്ഛൻ ആ ഡെയിലി ബ്രെഡ് അവസാനിപ്പിക്കുന്നത്. അന്ന് എനിക്ക് മനസ്സിലായി ഈ കാര്യത്തിൽ മാതാവ് ഏറ്റെടുത്തിട്ടുണ്ട്, ഞാൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലെന്ന്. അങ്ങനെ ഞങ്ങൾ പപ്പ CT സ്കാനിൽ കയറ്റിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഉടമ്പടി തൈലം പുരട്ടി. അതിനു മുമ്പേ ഞാൻ ഉടമ്പടി തൈലം പുരട്ടി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ 3/4 മണിക്കൂറാണ് CT സ്കാൻ എടുക്കേണ്ടത്. ആ 3/4 മണിക്കൂറും ഞാൻ അച്ഛൻ്റെ ധ്യാനത്തിൻ്റെ ലാസ്റ്റ് ഭാഗം ആരാധനയാണല്ലോ, ഞാനിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആരാധന, അപ്പൻ ഇറങ്ങുന്നവരെ ഞാനിങ്ങനെ ആരാധന കണ്ടുകൊണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് 5 മണിക്കൂർ കഴിഞ്ഞിട്ടേ നമുക്ക് അതിൻ്റെ റിസൾട്ട് അറിയാൻ പറ്റുള്ളൂ. അപ്പോഴും ഇങ്ങനെ വിശ്വാസപ്രമാണം, അവിടെ ചാപ്പലുണ്ട്, ചാപ്പലിൽ പോയി നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാൻ ഇവിടുന്ന് പത്രം കൊണ്ടാണ് പോയി, കൃപാസനത്തിലെ പത്രം കൊണ്ടുപോയി. അപ്പം ഞാൻ ആ ചാപ്പലിൽ ഇരുന്ന് അത് മൊത്തം വായിക്കുകയും ബൈബിള് അവിടെ ഇരുന്ന് തന്നെ ഈ 5 മണിക്കൂർ ഞാനും പപ്പയും മാറി മാറി പത്രം വായിക്കുകയും ബൈബിള് വായിക്കുകയും ഒക്കെ ചെയ്തു. അങ്ങനെ റിസൾട്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ആകപ്പാടെ ഭയങ്കര ടെൻഷനിലാണ് കയറി തന്നപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ ഞങ്ങളെ നോക്കുന്നുണ്ട്. പുള്ളിക്ക് മനസ്സിലായില്ല ഞങ്ങളെന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്. അപ്പോൾ സാറിങ്ങനെ നോക്കിയിട്ട് ഞങ്ങളോട് പറയണം, നമ്മൾ അന്ന് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞായിരുന്നല്ലേ എന്ന് പറഞ്ഞാണ് പിന്നെ സാറ് റിസൾട്ട് നോക്കുന്നത്. റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞ് നമ്മൾ പേടിച്ച പോലെ ഒന്നുമില്ല, ക്യാൻസറൊന്നുമില്ല, അവിടെ ഇങ്ങനെ ആ ഒരു തടിപ്പ് കഴിഞ്ഞ മാസം നമ്മൾ അൾട്രാസോണോഗ്രാഫി കണ്ട തടിപ്പ് അവിടെ ഇല്ല, പേടിക്കാനൊന്നുമില്ല, നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കണം മരുന്ന് മാത്രം കഴിച്ചാൽ മതി, പ്രത്യേകിച്ച് വേറെ മരുന്നുകളൊന്നും കഴിക്കേണ്ട. അപ്പോൾ സാറ് തന്നെ ചോദിക്കുകയാണ് ഞങ്ങളുടെ മുഖം കണ്ടിട്ട്, ഒരു ബലൂൺ പൊട്ടി കഴിഞ്ഞ പോലത്തെ അവസ്ഥയുണ്ടല്ലോ, നിങ്ങളുടെ മുഖം ഇത്ര വലിയ ടെൻഷനിലായിരിക്കുന്നത് കണ്ടിട്ട് എനിക്കും തന്നെ പേടിയായി പോയെന്നാണ് സാറ് പറഞ്ഞത്. അങ്ങനെ അത്രയും വലിയൊരു അനുഗ്രഹം എന്താണെന്ന് അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അന്ന് ഞാൻ 2021 ഞാൻ ഉടമ്പടി എടുത്തെങ്കിൽ ഞാൻ ഇന്ന് വരെ എല്ലാ മാസവും ഞാൻ മുടങ്ങാതെ ഞാനിവിടെ വരും, പത്രം വാങ്ങിച്ചിട്ട് പോകും. എനിക്ക് വരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ആരെ കൊണ്ടെങ്കിലും പറഞ്ഞ് ഞാൻ പത്രം വാങ്ങിച്ചിട്ട് എല്ലാ മാസവും ഞാൻ പത്രം കൊടുക്കുന്നത് ഞാൻ ഇടവഴിയിൽ, ഇപ്പോൾ ഇന്നൊരു ഇടവഴിയിലാണ് പോകണമെങ്കിൽ ഞാൻ അടുത്ത മാസം വേറെ ഇടവഴി, ഇങ്ങനെ ഇടവഴി കയറി ഞാൻ ഇങ്ങനെ എല്ലാവർക്കും പത്രം കൊടുക്കും. പത്രം കൊടുക്കുന്ന കൂട്ടത്തിൽ ചിലപ്പോൾ രോഗികളുണ്ടാവും, ഞാൻ അവരുടെ അടുത്ത് കയ്യിൽ ചിലപ്പോൾ ഉടമ്പടി തൈലം ഉണ്ടാവും, കാശുരൂപം ഉണ്ടാകും. അപ്പം ഞാൻ അവരുടെ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഒരാൾ, അതിപ്പോൾ ഒരു ഡെലിവറി ബോയ് ആയിരിക്കട്ടെ, ഞാൻ അവനോട് ചോദിക്കും വെള്ളം വേണമെന്ന്. കാരണം അത് ഞാൻ ഈശോയുടെ നാമത്തിലാണ് കൊടുക്കുന്നത്, ഈശോയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അതാണ് ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ രോഗികൾക്ക് ഞാൻ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. അഗതി മന്ദിരത്തിൽ അമ്മാമ്മമാരെ പോയി കാണാറുണ്ട്, അവരോട് സംസാരിക്കാറുണ്ട്. പിന്നെ നമ്മുടെ സോഷ്യൽ മീഡിയസിൽ എന്തെങ്കിലും സഹായങ്ങൾ ചോദിച്ച് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ അവർക്കൊക്കെ പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള ഉയർച്ചയെന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ ദിവസവും എനിക്ക് വിശുദ്ധ കുർബാന കാണാൻ പോകാൻ സാധിക്കുന്നുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഞാനൊരു സാക്ഷി ഇവിടെ ഞാൻ പണ്ട് ഒരു അർജുനൻ എന്ന് പറയുന്ന ഒരു മകനാണ്, അവൻ അക്രൈസ്തവനാണ്. അവൻ വിശുദ്ധ കുർബാന മറ്റുള്ളവർ സ്വീകരിക്കുന്ന കാണുമ്പോഴത്തേക്ക് അവനിങ്ങനെ കൊതിയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളൊരു സാക്ഷ്യം. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം ഒരു ക്രിസ്ത്യാനിയായിട്ട് എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നി. ഇത്രയും വലിയൊരു അനുഗ്രഹം ദൈവം ജന്മനാ തന്നിട്ട് പോലും എൻ്റെ ഈശോനെ സ്വീകരിക്കാനായിട്ട് എനിക്ക് പോകാൻ പറ്റുന്നില്ല. അവൻ എന്ത് സന്തോഷത്തോടും എന്തു കൊതിയോടും കൂടിയാണ് ഈശോനെ നോക്കുന്നത്. ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് എനിക്ക് പറ്റില്ല. പക്ഷെ അന്ന് ആ സാക്ഷ്യം കണ്ടതിന് ശേഷം ജോസഫ് അച്ഛൻ പറയാറുണ്ട്, നമുക്ക് സുഖമില്ലെങ്കിൽ നമുക്ക് പാടില്ലാതിരിക്കുന്ന സമയത്ത് കുർബാന കാണാൻ പോയാൽ അത് 10 മാർക്ക് ഗ്രേസ് മാർക്കാണെന്ന്. അതുകൊണ്ട് പാടില്ലാത്ത സമയത്ത് അന്ന് ഞാൻ കൂടുതൽ തീഷ്ണതയോടുകൂടി എണീറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് പോകും. അതുപോലെ തന്നെ 2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കാറുണ്ട്. ഏറ്റവും ഉപരിയായി വീട്ടിൽ ഞങ്ങൾ സന്ധ്യാപ്രാർത്ഥന മുടക്കാറില്ല, ജപമാലയും മുടക്കാറില്ല. എൻ്റെ ഹസ്ബൻഡ് പള്ളിയിലൊക്കെ പോണ ആളായിരുന്നു. കല്യാണത്തിന് മുമ്പ് പുറത്തു നിന്ന് കുർബാന കണ്ട ആളാണെങ്കിൽ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം പള്ളിയിലകത്ത് കയറി നിന്ന് കുർബാന കാണാൻ തുടങ്ങി. ഇപ്പം എൻ്റെ കൂടെ കുർബാനയ്ക്ക് എന്നെക്കാളും ഇതായിട്ട് പുള്ളിയാണ് വരുന്നത്. പുള്ളി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളാണെങ്കിലും അവർക്ക് എന്ത് വേദന വന്നാലും ഓടിപ്പോയി അവർ ഉടമ്പടി തൈലം വന്നിട്ട് നമ്മളോട് പറയും, അമ്മ ഇവിടെ വേദനയുണ്ടോ ഒന്ന് പുരട്ടിത്തരാമെന്ന് ചോദിക്കും. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഇവിടെ ഞാൻ എൻ്റെ പ്രധാനപ്പെട്ട ഉടമ്പടി നിയമങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ, അത് പറഞ്ഞു തീരാത്ത ഒത്തിരി അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴും പെട്ടെന്ന് ദേഷ്യം വന്ന ഒരാളായിരുന്നു.
വെട്ടൊന്നും മുറി രണ്ട്, അങ്ങനെ ആരാണെന്നൊന്നും നോക്കില്ല, പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് അങ്ങോട്ട് പറയും. പക്ഷെ ഇന്ന് എനിക്കറിയാം ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ഞാൻ ഉടമ്പടിയിൽ നിൽക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ചിന്തിച്ച് മാത്രമേ ഞാൻ സംസാരിക്കാറുള്ളൂ. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ വിഷമം കാണുമ്പോഴത്തേക്ക് അന്ന് എൻ്റെ വിഷമമാണെന്നും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ കൃപാസനം പത്രം കൊടുക്കുമ്പോൾ എല്ലാവരോടും ഞാൻ പറഞ്ഞാണ് കൊടുക്കുന്നത്. ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ, മാതാവ് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും എന്നെ കളിയാക്കിയിട്ടുണ്ട് ഒത്തിരി പേര്. എൻ്റെ ബന്ധുക്കാർ തന്നെ, എൻ്റെ പള്ളിയിൽ അച്ഛനൊക്കെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. നിനക്ക് നാണമില്ലേ കൃപാസനത്തിലേക്ക് പോയി ഈ പത്രവും കൊടുത്തിട്ട് നടക്കാം, ഇത്രയും പ്രായമുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊന്നും ഞാൻ അവരോട് എതിർത്തൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ എപ്പോഴും മനസ്സിൽ വിചാരിക്കാം, ഈശോയെ അവർക്ക് നിന്നെ ഒന്ന് അനുഭവിക്കാൻ ഒരു അവസരം കൊടുക്കണേ. കാരണം നമുക്ക് ദൈവത്തിൻ്റെ അനുഭവം ഉണ്ടായാലേ നമുക്ക് അതിൻ്റെ വില അറിയാവുള്ളൂ. കാരണം അനുഭവം ഉള്ളവന് എന്നും ദൈവം എന്താണെന്ന് അറിയാം. പക്ഷെ അനുഭവം കിട്ടാത്തവന് നമ്മൾ എന്ത് പറഞ്ഞു കൊടുത്തിട്ടും കാര്യമില്ല. പക്ഷേ ആ ദൈവാനുഭവം ഉണ്ടാകണമെങ്കിൽ കർത്താവ് നമ്മോട് കരുണ കാണിക്കണം. അപ്പം ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും, ഈശോയെ എന്നെ ഈ കുറ്റം പറയുന്നവരോട് കരുണ കാണിക്കണേ, നിന്നെ ഒന്ന് അനുഭവിക്കാൻ, നിന്നെ ഒന്ന് സ്നേഹിക്കാൻ, നിൻ്റെ വില മനസ്സിലാക്കാനായിട്ട് അവർക്ക് പറ്റണേന്ന് ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ഇന്ന് എനിക്കറിയാം എൻ്റെ നിയോഗങ്ങളെക്കാളും ഒക്കെ ആയിട്ട് ഉപരിയായിട്ട് എനിക്ക് എൻ്റെ ഈശോയാണ് വലുത്. ഇന്ന് നിയോഗങ്ങൾ ഞാൻ എഴുതിയിടും, പക്ഷെ ഞാൻ മറന്നു പോകും. എനിക്ക് ആവശ്യമുള്ളതാണെങ്കിൽ എൻ്റെ അമ്മയും മാതാവും ഈശോയും ചേർന്ന് എനിക്ക് തരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഞാൻ നിയോഗങ്ങളെപ്പറ്റി ഞാൻ ബോധേഡല്ല, പക്ഷേ എനിക്ക് നിത്യത വേണമെന്നുള്ളൊരു ബോധ്യം എനിക്കൊന്നുണ്ട്. ഞാൻ 1-ാം ക്ലാസ് തൊട്ട് 12-ാം ക്ലാസ് വരെ വേദപാഠം പഠിച്ചിട്ട് കിട്ടാത്തൊരു വലിയൊരു അനുഭവം. കാരണം ഈശോയാണെന്നും നിത്യതയാണെന്നും നമ്മുടെ ജീവിതം നമ്മൾ ഈശോ ഇങ്ങോട്ട് വിട്ടേക്കുന്നത് നിത്യതയിലേക്കുള്ള യാത്രയിൽ നമ്മൾ ഇവിടെ ചെയ്ത്, കാരണം പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കുന്ന പോലെ നിത്യതയ്ക്ക് വേണ്ടി നമ്മൾ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചെയ്ത് തീർക്കാവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഈശോ നമ്മളെ ഇങ്ങോട്ട് വിട്ടേക്കുന്നതെന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 49-ാം തിരുവചനം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. സോണിയ ജോയ്ച്ചൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെയും നല്ല ആത്മീയ കാഴ്ചപ്പാടുകളെയും ഉടമ്പടി ബോധ്യങ്ങളെയും ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകളാദ്യം സൂചിപ്പിച്ചത് സഹോദരി വിവാഹം കഴിഞ്ഞ് 6 വർഷമായി കുട്ടികളില്ലാതെ വിഷമിച്ചിരുന്നപ്പോൾ ഇവിടെ വന്ന ഉടമ്പടി എടുക്കുകയും ആദ്യ നിയോഗമായി അത് എഴുതി സമർപ്പിക്കുകയും മറ്റ് മരുന്നോ ലേപനമോ ഒന്നുമില്ലാതെ അമ്മ മാതാവിൻ്റെ തിരുനടയിലുള്ള ശരണപ്പെട്ട പ്രാർത്ഥനയിലൂടെ മാത്രം ആ മകൾക്ക് ഒരു കുഞ്ഞിനെ ലഭിച്ചതിനെയാണ് അനുഗ്രഹമായി സന്തോഷമായി സാക്ഷ്യപ്പെടുത്തുന്നത്. അതിനോട് ചേർത്ത് പറയുന്നുണ്ട്, അത് ആ ഉടമ്പടിയിൽ നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങിയ നാളുകളിൽ 11 എന്നൊരു തീയതി ആവർത്തിച്ച് കാണുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ 11 എന്ന് മനസ്സിലായില്ലെങ്കിലും പിന്നീട് സഹോദരിയുടെ പ്രസവം അത് നടന്ന ദിവസം മനസ്സിലായി. ജനുവരി 11 ആ തീയതി. അത് അമ്മ മാതാവ് ആ സംരക്ഷണം നൽകി ആ ഒരു നിയോഗത്തെ അനുഗ്രഹിച്ചതിൻ്റെ അടയാളം ആദ്യം മുതൽ തന്നെ കൈമാറിയതാണ് എന്ന് സൂചിപ്പിച്ചു കൊടുത്തു. രണ്ടാമത്തത് മകൾ സൂചിപ്പിച്ചത് മകൻ്റെ സംസാരശേഷി ഇല്ലായ്മയാണ്. 3 വയസ്സ് കഴിഞ്ഞിട്ടും സംസാരിക്കാതെ ക്ലേശിച്ച മകൻ. അത് ലൂക്കായുടെ സുവിശേഷം വചനഭാഗമെടുത്ത് മകൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ബദറിനും സംസാരശേഷിയില്ലാത്ത വ്യക്തിക്ക് വേണ്ടി ഈശോ സൗഖ്യം കൊടുക്കുന്ന വചനഭാഗം ആവർത്തിച്ച് വായിച്ചും മകൻ്റെ അധരത്തിൽ ഉടമ്പടി തൈലം കുരിശടയാളം പൂശി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചും ഉടമ്പടി തൈലം നാവിൽ തൊട്ടുകൊടുത്തും മകനെ പ്രത്യേകമാവിധം അമ്മ മാതാവിന് പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മകന് പൂർണ്ണമായിട്ട് സംസാരശേഷി തിരികെ ലഭിക്കുകയും മകൻ നന്നായി സംസാരിച്ച് തുടങ്ങുകയും ചെയ്തതിനെ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തി. മൂന്നാമത്തത് അപ്പച്ചനുണ്ടായ ഒരു രോഗസൗഖ്യത്തെയാണ് സാക്ഷ്യപ്പെടുത്തിയത്. ലിവറിന് നേരത്തെ ഓപ്പറേഷൻ ചെയ്ത വ്യക്തിയാണ്. കടിനിടെ ഒരു തടിപ്പ് കാണുകയും ഡോക്ടർമാർ അതിനെ ക്യാൻസറായി സംശയിച്ചു തുടങ്ങുകയും അതിൻ്റെ സ്കാനിങ് പറയുകയും ചെയ്യുന്നു. അത് മകൾ പറയുന്നുണ്ട്, അപ്പനത് പറയുന്ന ദിവസം മുതൽ ആകെ ആദ്യ പിടിച്ചു, ആരോടും പറയാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. അപ്പോൾ വചനം എടുത്തു നോക്കുമ്പോൾ നീ എന്തിന് നാളെയെക്കുറിച്ച് ആകുലപ്പെടുന്നു എന്ന വചനം മകൾക്ക് കൈമാറി കിട്ടുന്നു. അതിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട്
അമ്മ മാതാവ് ഈ വിഷയം ഏറ്റെടുത്തുകൊണ്ട് വേണ്ട അനുഗ്രഹം നൽകുമെന്ന ബോധ്യത്തോടു കൂടി മകളത് അമ്മയ്ക്ക് സമർപ്പിക്കുന്നു. പിന്നീട് സ്കാനിങ്ങിൻ്റെ ദിവസം വരെ യാതൊരു ടെൻഷനുമില്ലാതെ ആ നിയോഗത്തെ സമർപ്പിച്ച കാര്യം സൂചിപ്പിക്കുന്നു. കുരിശടയാളം വരച്ച തൈലം പൂശി അപ്പച്ചന് പ്രാർത്ഥിക്കുന്ന കാര്യവും എടുത്തു പറയുന്നുണ്ട്. എങ്കിലും നമ്മളൊരു നിയോഗം മാതാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്താൽ നമ്മൾ വീണ്ടും അതിൽ സംശയിക്കുന്നത് കൊണ്ടാവണം നമ്മൾ വീണ്ടും ആദ്യ പിടിക്കുന്നവരായി, അത് കിട്ടുമോ എന്ന് സംശയമുള്ളവരായി വല്ലാതെ പരിഭ്രമിച്ചുകൊണ്ടൊക്കെ ആ വിഷയത്തെ സമീപിക്കുന്നത്. മകളത് പറയുന്നുണ്ട്. സ്കാനിങ് ചെയ്യുന്ന ദിവസം ഡോക്ടർ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കഴിയുമ്പോൾ ചോദിക്കുന്നുണ്ട്, ഒരു ബലൂൺ പൊട്ടിച്ചതുപോലെ ഇപ്പോൾ മുഖമാകെ പ്രസന്നമായല്ലോ എന്ന്, അത്ര കണ്ട് ടെൻഷൻ അടിച്ച് വീർത്തിരിക്കുകയാണല്ലോ എന്ന്. അത് നമ്മുടെ വിശ്വാസക്കുറവിൻ്റെ ഒരു ലക്ഷണം കൂടിയാണത്. നാം ഒരു നിയോഗം മാതാവിനെ ഏൽപ്പിച്ചിട്ട് പൂർണ്ണമായും മാതാവിനെ ഏൽപ്പിക്കുവാൻ നമ്മൾ പരാജയപ്പെടുന്നു. നമ്മളതിൽ വീണ്ടും നടക്കുമോ ഇല്ലയോ എന്ന് പാതി മനസ്സോടുകൂടി ആ നിയോഗത്തെ സമീപിക്കുന്നു എന്നതിൻ്റെ ഒരു സൂചനയാണത്. എങ്കിലും അമ്മ മാതാവ് ഒരു കാര്യം ഏറ്റെടുത്താൽ പൂർണ്ണമായി ഏറ്റെടുക്കുന്നു, അത് സമ്പൂർണ്ണമായി ആ വിഷയത്തിൽ ഇടപെടുന്നു. എന്താണോ അതിന് ആത്യന്തികമായി വേണ്ടത് അത് നമുക്ക് വേണ്ടി അനുവദിച്ചു തരുവാൻ ഒരല്പം പോലും അമ്മ മാതാവ് മടിക്കുന്നില്ല. അതാണ് അപ്പച്ചൻ്റെ സ്കാനിങ് റിസൾട്ടിന് ശേഷം ആരോഗ്യം നന്നായിട്ടുണ്ട്, യാതൊരു ക്ലേശാവസ്ഥയും ഇല്ലെന്ന് അറിയിപ്പ് കൊടുക്കുമ്പോൾ മനസ്സിലാവുന്നത്. മറ്റൊന്ന്, നന്നായി വീട് പണി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് പൂർത്തീകരിക്കുവാൻ വേണ്ടി വെച്ച ഒരു നിയോഗമാണ്. മകൾ ആദ്യം തുടക്കത്തിൽ പറഞ്ഞു, അത് നിയോഗം വെച്ച് കഴിഞ്ഞപ്പോൾ വീട് പണി തടസ്സപ്പെട്ടു, വീട് പണി മുന്നോട്ട് പോകാതെയായി. എന്തുകൊണ്ടത് ലാഗ് ചെയ്തു എന്ന് ആദ്യം കുറേ ആശങ്കപ്പെട്ടു വിഷമിച്ചു. അത് നിയോഗം വെച്ചപ്പോൾ അത് അപകടത്തിലായോ എന്ന് കരുതി. പക്ഷേ അത് മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കുവാൻ വേണ്ടുന്നൊരു കാലമായിരുന്നു. മാതാപിതാക്കളെ നന്നായി സംരക്ഷിക്കുകയും ഉത്തരവാദിത്തങ്ങൾ നന്നായി നിറവേറ്റുകയും അതോടൊപ്പം ഉടമ്പടി പ്രകാരം ജീവിതം, അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനമാവട്ടെ കാരുണ്യ പ്രവൃത്തികളാകട്ടെ, അവ ചെയ്യുന്നതിന് വേണ്ടി എപ്പോഴും ശ്രദ്ധ കൊടുത്തുകൊണ്ട് നന്നായി ജീവിതത്തെ സമർപ്പിച്ച ആത്മീയതയിൽ ആഴപ്പെടുമ്പോൾ യാതൊരു തടസ്സവും ക്ലേശവുമില്ലാതെ അമ്മ മാതാവ് ആ ഭവന നിർമ്മാണം നന്നായി പൂർത്തിയാക്കി കൊടുത്തതിനെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തി. മകളുടെ വാക്കുകളിൽ നമ്മൾ കേട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന്, അത് കുർബാനയോടുള്ള ഭക്തിയാണ്. നമുക്ക് ജന്മനാ ലഭിച്ച വലിയ വരദാനവും അനുഗ്രഹവുമാണ്. എത്ര കണ്ട ആഗ്രഹത്തോടും തീഷ്ണതയോടും ജീവനുള്ള ദൈവം നമ്മുടെ മുമ്പിൽ അനുദിനം ജീവനായി എഴുന്നള്ളുന്ന നിമിഷമാണതെന്ന തിരിച്ചറിവോടുകൂടി നാം അതിൽ പങ്കുചേരുന്നുവെന്ന് ഒരു ആത്മശോധന ചെയ്യുവാൻ മകൾ സൂചിപ്പിക്കുകയാണ്. അർജുനൻ എന്ന ഒരു അക്രൈസ്തവ മകൻ ഉടമ്പടി സാക്ഷ്യത്തിൽ ഈശോയുടെ ബലിയിൽ പോയി കൊതിയോടെ യേശുവിനെ നോക്കി നിൽക്കുന്നുവെന്ന ഒരു വാക്ക് പറയുമ്പോഴാണ് കുർബാനയെക്കുറിച്ചുള്ള ഉത്ബോധമുണ്ടാവുക. അന്നു മുതൽ ഇന്നു വരെ കുർബാന മുടങ്ങാതെ അതിൽ പങ്കുചേരുവാനുള്ള സന്തോഷമുണ്ട്, സാധിക്കുന്നുവെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തത്, കൃപാസനം പത്രം എല്ലാവർക്കും കൊടുക്കുവാനായിട്ടുള്ള തീഷ്ണതയാണ്. അത് എല്ലാവരും, ബന്ധുക്കൾ കളിയാക്കുന്നുണ്ട്, മറ്റ് വ്യക്തികൾ അതിനെപ്പറ്റി കളിയാക്കുന്നുണ്ട്, ഇത്ര വിദ്യാഭ്യാസം ഉണ്ടായിട്ടും ഇതെന്താ ഇങ്ങനെയെന്ന് ചോദിക്കുന്നുണ്ട്. എങ്കിലും ഒരിക്കൽ പോലും മകൾക്കതിൽ നിരാശ തോന്നിയിട്ടില്ല, കുറച്ചിൽ തോന്നിയിട്ടില്ല. ദൈവനാമം മഹത്വപ്പെടുത്തുന്ന, ദൈവം വേഗത്തിൽ ജീവിതത്തിൽ ഇടപെടുന്ന ഉടമ്പടിയുടെ ഏറ്റവും വലിയൊരു പ്രവൃത്തിയാണ് പങ്കുചേരുന്നതെന്ന ബോധ്യത്തോടുകൂടി ആ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പങ്കുചേരുവാൻ മകൾ കാണിച്ചിരുന്ന ഉത്സാഹവും വിശ്വസ്തതയും സന്തോഷവുമാണ് മകളുടെ ഓരോ നിയോഗത്തിനും അനുഗ്രഹമായി തീർന്നതെന്ന് മകൾ ഏറ്റുപറയുകയാണ്. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത കാഴ്ചപ്പാട്, നിത്യതയ്ക്ക് വേണ്ടി ഈ ലോകത്ത് ജനിച്ചിരിക്കുന്നു. നിത്യതയ്ക്ക് പറ്റും വിധം ആത്മാവിനെ ശുദ്ധീകരിച്ചൊരുക്കുവാനായി അല്പനാളുകൾ ഈ ജീവിതം നമുക്കിവിടെ നൽകിയിരിക്കുന്നു. അതിന് പറ്റുന്ന വിധത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ഈ നാളുകളിൽ സാധിക്കുന്നു എന്നതുകൂടി മകൾ പ്രഘോഷിച്ചുകൊണ്ടാണ് സാക്ഷ്യം ചുരുക്കുക. നമ്മുടെ ജീവിതത്തെ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയോട് ചേർത്ത് വെച്ച് ഒന്ന് പരിശോധിക്കണം. നിത്യതയിലേക്ക് തീർത്ഥാടകരാകുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രേക്ഷിത പ്രവർത്തനം അല്പം പോലും മടികൂടാതെ ദൈവത്തെ അറിയുവാൻ, ദൈവം അനുഗ്രഹിക്കുമെന്ന് ഉറപ്പോടുകൂടി കൈമാറുവാൻ നമുക്ക് സാധിക്കണം. അതോടൊപ്പം കാരുണ്യ പ്രവൃത്തികളിൽ മറ്റുള്ളവർക്ക് നന്മ ചെയ്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുവാൻ നമ്മൾ നിരന്തരം ശ്രദ്ധ വയ്ക്കണം. അങ്ങനെ നമ്മുടെ ഉടമ്പടി ജീവിതം കൂടുതൽ ദൈവമഹത്വത്തിന് കാരണമാവട്ടെ എന്ന്
പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി പരിശ്രമിക്കാം. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ നല്ല അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.